ഇടുക്കിയിൽ കണക്കുകൂട്ടലുകൾ പിഴച്ച ഇടതുപക്ഷം 7 നിയോജക മണ്ഡലങ്ങളിൽ 6 അഞ്ചക്ക ഭൂരിപക്ഷം നിലനിർത്തി ഡീൻ കുര്യാക്കോസ്. ഉടുമ്പൻചോലയിൽ മാത്രമാണ് ലീഡ് നിലയിൽ അല്പം കുറവുണ്ടായത്. പരാജയം സംബന്ധിച്ച് ഇടതു നേതാക്കൾ വിശദമായി പരിശോധന നടത്തുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ചന്ദ്രൻ. ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചെന്നും മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചെന്നും NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ. ഇടുക്കിയിൽ ഇത്തവണ ഇടതുപക്ഷത്തിന്റെ കണക്കുകൂട്ടലുകളും രാഷ്ട്രീയ കരുനീക്കങ്ങളും പിഴച്ചു. രണ്ടാം തവണയും ഡീൻ കുര്യാക്കോസ് വിജയിച്ചത് മികച്ച ഭൂരിപക്ഷത്തിൽ. വോട്ടിംഗ് ശതമാനത്തിലെ കുറവും കേരള കോൺഗ്രസിന്റെ പിന്തുണയും തമിഴ് തോട്ട മേഖലയിൽ DMKയും ഒക്കെ പിന്തുണ ഇടതുപക്ഷത്തിന് വിജയപ്രതീക്ഷ പകർന്നു നൽകിയിരുന്നു. എന്നാൽ അതൊന്നും പ്രതിഫലിക്കപ്പെട്ടില്ല. 1,33,727 വോട്ടുകൾക്കാണ് ഡീൻ വിജയിച്ചത്. ഇടുക്കി പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 6 അഞ്ചക്ക ലീഡ് ഡീൻ കുര്യാക്കോസ് നിലനിർത്തി. ഇടതു കോട്ടയായ ഉടുമ്പൻചോലയിൽ മാത്രമാണ് അല്പം കുറഞ്ഞത്, 6,760. ഇത്തവണ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന കേരള കോൺഗ്രസിന്റെ വോട്ടുകളും UDF പെട്ടിയിൽ വീണുവെന്നാണ് ഡീൻ കുര്യാക്കോസിന്റെ പ്രതികരണം. ഇവിടെ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു വിഭാഗം ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നാലും ജനാധിപത്യ മതേതര വോട്ടുകൾ ഐക്യമുന്നണിയെ വിട്ടു പോകത്തില്ല. അത് തെളിയിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് സംഭവിച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ ഉള്ള ധാരാളം ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ UDFന് വോട്ട് ചെയ്തിട്ടുമുണ്ട്. പരാജയം സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തുമെന്നതാണ് ഇടതു നേതാക്കളുടെ പ്രതികരണം. ജനവിധി തീർച്ചയായിട്ടും അംഗീകരിക്കുകയും എന്താണ് പറ്റിയതെന്ന് പരിശോധിച്ച് അതിന് പരിഹാരം കാണാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. 2019 അപേക്ഷിച്ച് ഇത്തവണ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുവാൻ കഴിഞ്ഞത് ഇടുക്കിയിൽ NDAയ്ക്ക് വേരോട്ടം കൂടിയെന്നതിന്റെ തെളിവാണെന്ന് NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പാർലമെന്റ് മണ്ഡലത്തിൽ 76,000 വോട്ടാണെന്നാണ് എൻ്റെ അറിവ്. അതിൽ നിന്ന് മെച്ചപ്പെട്ട സംഖ്യയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും ഇടുക്കി മണ്ഡലത്തിൽ പാർലമെന്റ് മണ്ഡലത്തിൽ ഞാൻ കുറച്ചും കൂടി പരിചയമായിട്ട് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്നാൽ 2019 തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച ജോയിസ് ജോർജിന് ലഭിച്ച വോട്ടിംഗ് ശതമാനത്തിലെ കുറവും ഇടതുപക്ഷത്തിനേറ്റ തിരിച്ചടിയാണ്. ഒപ്പം കേരള കോൺഗ്രസ് എമ്മിന് ഏറെ സ്വാധീനമുള്ള മന്ത്രി റോഷി അഗസ്റ്റിന്റെ മണ്ഡലം കൂടിയായ ഇടുക്കിയിലടക്കം ഡീൻ കുര്യാക്കോസ് ലീഡ് ചെയ്തതോടെ ഇടതുമുന്നണിക്കുള്ളിൽ കേരള കോൺഗ്രസിനും ഇടുക്കിയിൽ തിരിച്ചടിയായിട്ടുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ചേകവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.